ഞങ്ങൾ ജനിച്ചു വളർന്നത് മൊത്തം കേരളത്താ. ഇങ്ങനെ ഒവ്വൊരു സ്ഥലത്ത് കേരളത്തിൽ ഒവ്വൊരു സ്ഥലത്തിലാണ് ഞങ്ങൾ എല്ലാത്തിനും ജനിച്ചു വളർത്തത്. അപ്പൊ തമിഴ്നാട് ഞങ്ങൾ ഇന്നുവരെ പോയിട്ടില്ല. അപ്പൊ ഫുള്ള് കേരളത്തിലിരിക്കുമ്പോ ഇങ്ങനെ വീട് ഇവിടെ പുറമ്പോക്കുള്ള വീടാക്കി ഇവിടെ താമസിച്ചു. ജനിച്ചത് ഞങ്ങൾ ജനിച്ചു വളർന്നെല്ലാം കേരളം തന്നെ. ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്തിൽ ഇങ്ങനെ കുടുംബമായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി അങ്ങനെ ഇവിടെ വന്നു. ഇവർ ഇത്ര കാലം ഇവിടെ താമസിച്ചിട്ടും അവർ താമസിക്കുന്ന സ്ഥലം പോലും അവർക്ക് പട്ടയമില്ല. അവർ ചിലരൊക്കെ ഒരു കുടിൽ നിൽക്കുന്നത് ഒരു 1.5 സെൻറ്റ് 2 സെൻറ്റിലാണ്, അതുപോലും ഇല്ല. അപ്പം അവരെങ്ങനെ ഈ നാടോടികളായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവർക്ക് വേണ്ടാന്നുള്ളൊരു പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അതാണ്. പക്ഷെ അവിടെ അവരിപ്പോഴും അവരുടെ ഫാമിലികൾ ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അവരുടെ വീട് ഇപ്പോഴും നമുക്ക് തന്നെ അറിയാം. അവിടുത്തെ വീടുകൾ കണ്ടാൽ നമുക്ക് അറിയാമല്ലോ എത്ര കാലം ഇവർ താമസിക്കുന്നു, പുതിയതായിട്ട് കെട്ടിയതൊന്നുമല്ല. പക്ഷെ അവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കും. അവരെന്താണ് ജാതി കുറിച്ച് പഠിച്ചിട്ടില്ല. അപ്പോൾ അതിന് ഇപ്പോൾ കിട്ടാസിനെ ഇവർ ചുമതലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞത് ഇതുവരെ കിട്ടാസിൻ്റെ റിപ്പോർട്ടും അവർ ഏത് ജാതിയിൽപ്പെട്ടവരാണെന്നുള്ള റിപ്പോർട്ടും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ജാതി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പൂർവികർ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ അവർ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് പൂർവികർ എവിടെയാണെന്നുള്ളത് അവർക്കത് അറിയില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം തന്നെ പല പ്രാവശ്യം 2 കോഴിക്കോടും പോയതാണ്. അപ്പോഴും അവിടെ പറഞ്ഞത് ഇങ്ങനെ തന്നെ അവരെ പൂർവികരെ കണ്ടുപിടിക്കും ഞങ്ങൾ കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇവർ പൂർവികരെ അന്വേഷിച്ച് അവിടെ പോകും. ഇവര് ജനിച്ചപ്പോൾ മുതൽ ഈ അമ്മ ജനിച്ചപ്പോൾ മുതൽ കേരളത്തിലുണ്ട്. ഇവർ ജാതി കൺഫേം ആക്കണമെങ്കിൽ കിട്ടാസിൻ്റെ പുതിയ ഇതനുസരിച്ച് അവർ പിന്നെ എന്താ പറയുക 5 തലമുറയുടെ ഇത് കിട്ടണം അവർക്ക്. ഇവരുടെ 5 തലമുറയിൽപ്പെട്ട ആളുടെ മുമ്പത്തെ ആൾക്കാരുണ്ടോ അവരുടെ വിവരങ്ങൾ കിട്ടണമെന്നാണ് ഇപ്പോൾ കിട്ടാസ് ശ്രദ്ധിക്കുന്നത്. അതൊരിക്കലും സാധ്യമല്ല. പഠിച്ച പിള്ളേർക്ക് സർട്ടിഫിക്കറ്റിൽ ജാതി കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വളർന്നവർക്കൊക്കെ ജനറലാണ് കൊടുത്തിരിക്കണം. ജനറലായിട്ട് കൊടുക്കുമ്പോൾ ജാതി ഇല്ലെന്നായില്ലേ? ഒന്നുമില്ല. അതല്ലേ മെയിൻ പ്രശ്നം. പിന്നെ ചിലതങ്ങൾക്ക് കൊടുത്ത് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഒരു കാട്ടുനായിക്കെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് പ്രശ്നവുമില്ല. കുറച്ച് പേർക്ക് വേറെ ജാതി കൊടുത്തിരിക്കുക. അപ്പം സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ജാതി ST എന്ന് കൊടുത്തേക്കണമുണ്ട്. അതുങ്ങൾക്ക് ഇപ്പം എന്തെങ്ങനെയും കിട്ടും. പക്ഷെ ഇപ്പോൾ ഇതിപ്പോൾ ഒരാൾക്ക് കൊടുത്തിട്ടിപ്പോൾ ഒരു 2 ആഴ്ചത്തോളമായി കിട്ടിയിട്ടില്ല ഇതുവരെ.